വളാഞ്ചേരിയിൽ അനധികൃത കച്ചവടങ്ങൾ വ്യാപകമാകുന്നതിനെതിരെ വ്യാപാര സംഘടന നഗരസഭാ ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും സംഘടനാ നേതാക്കൾ അറിയിച്ചു. വളാഞ്ചേരിയിലെ അനധികൃത കച്ചവടങ്ങൾക്കെതിരെ വ്യാപാര സംഘടന നഗരത്തിന്റെ പല ഭാഗങ്ങളിലുമായി അനധികൃത കച്ചവടം അരങ്ങു തകർക്കുകയാണെന്നും അത് നിലവിൽ ലൈസൻസ് എടുത്തു കച്ചവടം ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഭീഷണിയാണെന്നും വ്യാപാര സംഘടനാ നേതാക്കൾ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം വളാഞ്ചേരി നഗരത്തിലുണ്ടായ അനധികൃത മത്സ്യക്കച്ചവടക്കാർ തമ്മിലുള്ള കയ്യാങ്കളികൾ പോലും ഇത്തരം വിഷയങ്ങൾ നാടിന്റെ ക്രമസമാധാനത്തിന് ഭീഷണിയാണെന്നാണ് കരുതുന്നത്. നഗരസഭ ആരോഗ്യ വകുപ്പ് ഉടൻ ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനാണ് വ്യാപാര സംഘടനയുടെ തീരുമാനം. എല്ലാ നിയമങ്ങളും പാലിച്ച് എല്ലാ ലൈസൻസുകളും എടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളുടെ കടകൾക്ക് മുമ്പിലാണ് ഒരു നിയമവും പാലിക്കാതെ ഇത്തരത്തിലുള്ള അനധികൃത കച്ചവടം ദിനേന വർദ്ധിക്കുന്നത്. അത് വ്യാപാരികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പലവട്ടം ഉദ്യോഗസ്ഥന്മാരോട് രേഖാമൂലവും അല്ലാതെയും പലവട്ടം പറഞ്ഞിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന മുനിസിപ്പൽ ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ വലിയ പ്രതിഷേധം വ്യാപാരി സമൂഹത്തിനുണ്ട്. അത് ഈ തെരുവോര കച്ചവടങ്ങൾ പലപ്പോഴും സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം വരെ വളാഞ്ചേരിയിൽ സംജാതമായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ മത്സ്യക്കച്ചവടക്കാർ തമ്മിൽ വളാഞ്ചേരിയിൽ വലിയ സംഘട്ടനമുണ്ടായി. ഈ പല ഭാഗത്തുനിന്ന് കൊട്ടവണ്ടികളിൽ മത്സ്യം കയറ്റി വന്ന് വളാഞ്ചേരി സെൻട്രൽ, അതാണ് ഏറ്റവും രസകരമായ കാര്യം, 4 കൂടിയ ജംഗ്ഷൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാമുള്ള ഒരു പട്ടണമായ വളാഞ്ചേരിയിൽ വൈകുന്നേരങ്ങളിൽ 20-25 മത്സ്യവണ്ടികളിൽ സെൻട്രലിൽ വന്ന് കച്ചവടം ചെയ്യാണ്. ആ മത്സ്യം വാങ്ങിക്കാൻ വരുന്ന വണ്ടികളും നിർത്തി വലിയ ട്രാഫിക് ബ്ലോക്കിന് വരെ വിധേയമാകുന്ന രീതിയിൽ ഉള്ള മത്സ്യക്കച്ചവടം നിർബാധം തുടരുന്നു. ഉപേക്ഷിച്ച് പോകുന്ന മത്സ്യവും ആ മത്സ്യത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളവുമൊക്കെ വളാഞ്ചേരി പട്ടണത്തെ മലീമസമാക്കുകയാണ്. ജില്ലയിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ള പട്ടണങ്ങളിൽ ഒന്നായി വളാഞ്ചേരി നിലനിൽക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ വളരെ കൃത്യമായി മനസ്സിലാക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ രീതിയിലാണ് മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ പോകുന്നതെങ്കിൽ തീർച്ചയായും അതിശക്തമായ പ്രക്ഷോഭ സമരങ്ങളുമായി വ്യാപാരി സമൂഹത്തിന് മുന്നോട്ട് പോകേണ്ടി വരും എന്നീ അവസരത്തിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.